സോ നമ്മളെ 25th ക്വസ്റ്റ്യൻ. സോ 25th ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളെ റേ ഒപ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എക്സ്പെരിമെന്റ് ടു മെഷർ focal length of a convex lens, the magnitude of object distance x and image distance y measured with reference to focal length, focal point of the lens. The yx plot is shown in figure. The focal length of the lens is dash centimeter. അത് നമ്മളൊരു ലോജിക് പഠിച്ചിട്ടുണ്ട്. എടാ ഫോക്കസ് നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x1ഉം ഇമേജ് എന്ന ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x2 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ റിലേഷൻ പഠിച്ച ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? x1 x2 ഈക്വൽ ടു ആ ഫോക്കൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ x1 x2 എന്ന് പറയുന്നത്, x1 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഫോക്കസ് നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത് അല്ലേ. x2 എന്ന് പറയുന്നത് ഫോക്കസ് നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ x1 x2 എന്ന് പറയുന്നത് f ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിതാ ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ശരിയല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നത് 20 എന്നാണ് ഈ ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് വരുന്നത് 20 എന്നല്ലേ അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മളെ എക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതല്ലേ നമ്മളെ x1 എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഫോക്കസിന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x1 ഈക്വൽ ടു 20. സിമിലർലി ഇത് y എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഈ ഒരു പോയിന്റ് ഞാൻ എടുത്താൽ എൻ്റെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഐ മീൻ ഫോക്കസിന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അത് x2 ഈക്വൽ ടു 20 അല്ലേ. ഞാനിവിടെ കൊടുത്താൽ 20 × 20 അല്ലേ ഇസ് ഈക്വൽ ടു f² എന്ന് വരും. സോ f ഇസ് ഈക്വൽ ടു എത്ര വരും? 20 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും. സോ ആൻസർ 20 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്.